ഗുഡ് മോർണിംഗ്, ഹാപ്പി സൺഡേ. ഇന്നലെ നൈറ്റ് ഞാനും അഞ്ജു രഞ്ജുവൊക്കെ കൂടി വീഡിയോ കോൾ ചെയ്തപ്പോൾ നമ്മുടെ മൂത്ത ചേച്ചി അഞ്ജു പണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയൊരു കഥയുണ്ട്. ആളന്ന് ആദ്യമായിട്ട് ചെറുതായിരുന്നപ്പോൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. അന്ന് വെള്ളം കൂടിപ്പോയിട്ട് അവസാനം കരിഞ്ഞു പിടിക്കുകയും ചെയ്ത് ലാസ്റ്റ് വെള്ളം വറ്റാനായിട്ട് വാർക്കയുടെ മുകളിൽ കൊണ്ടുവച്ചതൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞു ചിരിക്കുമായിരുന്നു. എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ഞാൻ ഓൾറെഡി യൂട്യൂബിൽ ആ സ്റ്റോറി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് കുറേ ചിരിച്ചത് കൊണ്ടായിരിക്കാം മോർണിംഗ് എഴുന്നേറ്റപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എനിക്കൊന്ന് ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ച്. ഓൾറെഡി ഇവിടെ മലയാളി ഫ്രണ്ടായിട്ടുള്ള ആതിര എനിക്ക് കഴിഞ്ഞ ദിവസം റവയൊക്കെ കൊണ്ട് തന്നായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഉപ്പുമാവാക്കാന്ന്. അങ്ങനെ ഉപ്പുമാവിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി. റവ എന്തായാലും ഒന്ന് വറുത്തെടുക്കണം. പിന്നെ ഞാനൊരു യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്തിട്ട് നല്ലോണം റെഫർ ചെയ്തിട്ടാട്ടോ ഉണ്ടാക്കുന്നത്. ബിൻസീസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിൽ കൊടുത്തിരുന്ന റെസിപ്പിയാണ് എൻ്റെ ഉപ്പുമാവിൻ്റെ ആത്മാവ്. ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഞാൻ ആ റെസിപ്പി ആട്ടോ ഫോളോ ചെയ്തത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരിക്കലും ഉണ്ടാക്കി നോക്കാത്ത ഒരു സംഭവം ട്രൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇന്നത്തെ കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. സാധാരണ നമ്മൾ ഉണ്ടാക്കി ശീലിച്ചിട്ടുള്ള കറികളും ചോറൊന്നും ഉണ്ടാക്കുമ്പോൾ ശരിക്കും മടുപ്പാണ് കേട്ടോ കിച്ചണിലെ കുക്കിംഗ്. പക്ഷെ ഇന്ന് എന്താ നല്ല രസമായിരുന്നു. ഇത് ശരിയാവോ ഇല്ലയോ, എന്തായിരിക്കും എന്നറിയാനുള്ളൊരു ആകാംക്ഷയാണ്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഏകദേശം 1 മാസം ആവാൻ പോകുന്നു. പക്ഷെ ഇതുവരെ ഗ്യാസ് കണക്ഷൻ ആയിട്ടില്ല. ന്യൂ കണക്ഷൻസ് ഒക്കെ ഡിലേ ചെയ്യിപ്പിച്ചേക്കുവാണ്. കാരണം വേറെ ഒന്നുമല്ല, ഗ്യാസിൻ്റെ ഷോർട്ടേജ് നമ്മുടെ എല്ലായിടത്തും ഉണ്ടല്ലോ ഇപ്പോൾ. അത് തന്നെയാണ് റീസൺ. നമ്മുടെ നാട്ടിൽ നിന്നുള്ള ലഗേജ് എത്തുന്നതിന് ഒരാഴ്ച മുന്നേ തന്നെ നമ്മളിവിടെ ബംഗാളിൽ വന്നായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഇൻഡക്ഷൻ കുക്കറൊക്കെ തന്ന് ഹെൽപ്പ് ചെയ്തത് സച്ചുവിൻ്റെ ഒരു സാബാണ് കേട്ടോ. പിന്നെ ലഗേജ് വന്നപ്പം നമ്മളത് റിട്ടേൺ കൊടുത്ത് ഇപ്പം നമ്മുടെ ഇൻഡക്ഷൻ കുക്ക് ടോപ്പാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞിരിക്കാതെ നമ്മുടെ ഉപ്മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് നോക്കിയപ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു അഭിമാനമൊക്കെ തോന്നി. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ബിൻസീസ് കിച്ചൺ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരാൻ വേണ്ടി സച്ച് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ചായയൊക്കെ തിളപ്പിച്ച് ഫ്ലാസ്കിലാക്കി വെച്ചിട്ടുണ്ട്. യുദ്ധത്തിന് പോയ ഭർത്താവിന് വേണ്ടി റെയിൻബോ കേക്ക് ഉണ്ടാക്കി കാത്തിരുന്ന ജുവാനെ പോലെ ഞാനിവിടെ പാൽ ചായയും ഉപ്പുമാവും ഉണ്ടാക്കി സച്ചിന് വേണ്ടി കാത്തിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഇനി സമയം കളയാതെ ഞാൻ ഒരുങ്ങി പള്ളിയിലൊക്കെ പോയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.